ഏറ്റവും വലിയ പോലീസ് നരനായാട്ട്. തങ്കമണി സംഭവത്തെ അങ്ങനെയും അടയാളപ്പെടുത്താം. ആ സംഭവത്തെ മലയാളികളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് തങ്കമണി എന്ന സിനിമ. തങ്കമണി സംഭവത്തിൽ സാങ്കല്പികമായ ഒരു കഥ ചേർത്ത് വെച്ച് രതീഷ് രഘുനാഥൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് ദിലീപ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ തങ്കമണി. പേര് സൂചിപ്പിക്കുന്നത് പോലെ 1986 ഒക്ടോബർ 21 ഇടുക്കിയിലെ ഗ്രാമമായ തങ്കമണിയിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കിയാണ് ചലച്ചിത്രം ഒരുക്കിയിരിക്കുന്നത്. നിയമം പാലിക്കേണ്ട പോലീസുകാർക്ക് ഇത്രയേറെ ക്രൂരന്മാരാകാൻ സാധിക്കുമോ എന്ന സംശയത്തിന് തങ്കമണി കൃത്യമായ മറുപടി നൽകും. 1980കളിൽ ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ ബസ് റൂട്ടുമായി ബന്ധപ്പെട്ട് നടന്ന ചെറിയൊരു തർക്കം കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കി. അന്നത്തെ കരുണാകരൻ സർക്കാരിനെ തന്നെ പിടിച്ചുലച്ച സംഭവമായി അത് മാറി. 1986 ഒക്ടോബർ 21 ഇടുക്കിയിലെ കട്ടപ്പന തങ്കമണി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന എലൈറ്റ് എന്ന ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ റൂട്ടിനെ ചൊല്ലി നടന്ന തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട എന്ന സ്ഥലം കഴിയുമ്പോൾ ആളുകളെ ഇറക്കിവിടും. എന്നാൽ തങ്കമണി വരെയുള്ള പണം വാങ്ങിക്കുകയും ചെയ്യും. ഇത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തതായിരുന്നു തർക്കത്തിന് കാരണം. ചോദ്യം ചെയ്ത വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റതോടെ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ പിറ്റേന്ന് ബസ് പിടിച്ചെടുക്കുകയും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുകയും ചെയ്തു. അതോടൊപ്പം ജീവനക്കാർ മാപ്പ് പറയാതെ ബസ് തിരികെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നും അവർ കട്ടായം പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ ബസ് ഉടമ കട്ടപ്പനയിൽ നിന്ന് പോലീസുമായി എത്തി ബലം പ്രയോഗിച്ച് ബസ് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ജനമത് തടഞ്ഞു. നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമായി. പോലീസ് ലാത്തിവീശി. ജനങ്ങൾ തിരിച്ചു കല്ലെറിഞ്ഞു. ഇതോടെ പോലീസുകാർ കൂടുതൽ പ്രകോപിതരായി. സർവ്വസന്നാഹങ്ങളുമായി എത്തിയ പോലീസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ വെടിവെച്ചു എന്നാണ് റിപ്പോർട്ട്. വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരായി. അവർ പലയിടങ്ങളിൽ സംഘടിക്കാൻ തുടങ്ങിയതോടെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി വാഹനങ്ങൾ നൂറുകണക്കിന് പോലീസുകാരുമായി വൈകിട്ടോടെ തങ്കമണിയിലെത്തി. കണ്ണിൽ കണ്ടവരെയെല്ലാം ക്രൂരമായി മർദ്ദിക്കുകയും പുരുഷന്മാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ അരങ്ങേറിയത് ക്രൂരമർദ്ദനം. പലരും മരണം മുന്നിൽ കണ്ട നിമിഷം. പക്ഷേ തളരാൻ തങ്കമണിയിലെ ജനങ്ങൾ തയ്യാറായില്ല. അവർ വൻ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടു. സംഭവത്തിൽ അന്വേഷണവും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടായിരുന്നു അവരുടെ പ്രതിഷേധം. തങ്കമണി സംഭവം നടക്കുമ്പോൾ 1987 നിയമസഭാ തിരഞ്ഞെടുപ്പിന് 6 മാസം മാത്രമായിരുന്നു ബാക്കി. അതോടെ തങ്കമണി രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി. കെ കരുണാകരന്റെ കീഴിലുള്ള പോലീസ് സംവിധാനത്തിന്റെ ക്രൂരതകൾക്കെതിരെ സംസ്ഥാനത്തെമ്പാടും വ്യാപക പ്രതിഷേധങ്ങളായി. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നേരിട്ടെത്തി UDF പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചെങ്കിലും തങ്കമണിയുടെ പ്രത്യാഘാതം മറികടക്കാൻ കോൺഗ്രസിനായില്ല. തിരഞ്ഞെടുപ്പിൽ UDF ദയനീയമായി പരാജയപ്പെട്ടു. LDF വിജയിച്ചു. 1987 മാർച്ച് 26 ഇതോടെ EK നായനാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. വീണ്ടും തങ്കമണി സംഭവം വെള്ളിത്തിരിയിലെത്തുമ്പോൾ ഓർക്കപ്പെടുന്നത് ആ കറുത്ത രാത്രികളെ കൂടിയാണ്.